എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരീഷ് നമ്പൂതിരി, പാലയാട്ടുമുണ്ടക്കിലും കോഴിക്കോട്. എളവൂർ പീച്ചേലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവാഹയജ്ഞം ഒക്ടോബർ 29 മുതൽ നവംബർ 9 വരെ നടക്കുന്ന സന്തോഷ വിവരം എല്ലാവരെയും അറിയിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് നവംബർ 9-ാം തീയതി നടത്തപ്പെടുന്ന മഹാശ്രീചക്ര പൂജ അതിവിശിഷ്ടമായിട്ടുള്ളൊരു പൂജയാണ്. സാക്ഷാൽ ജഗദംബികയെ, ദേവന്മാരുടെയും മാതാവായിട്ടുള്ള ബ്രഹ്മാ, വിഷ്ണു, മഹേശ്വരൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ദേവന്മാർക്കും മാതാവായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ തന്നെ മാതൃസ്വരൂപിണിയായിട്ട് കൽപ്പിക്കപ്പെടുന്ന ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയെ പൂജിക്കുന്ന ഒരു ചടങ്ങാണ് മഹാശ്രീചക്ര പൂജ. മഹാശ്രീചക്ര പൂജ എന്ന് പറയുന്നത് പോലെ തന്നെ മഹത്തരമാണ് ആ പൂജാവിധാനം. ശ്രീചക്രം എന്ന യന്ത്രത്തിൽ ആണ് ആ ദേവതയെ ആരാധിക്കുന്നത്. ഭാരതീയമായ തന്ത്രശാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള തന്ത്രശാസ്ത്രമായിട്ട് കൽപ്പിക്കപ്പെടുന്ന ലളിതാവിധാനത്തിൽപ്പെട്ട മാതൃസ്വരൂപിണിയായിട്ടുള്ള ഈ ദേവതയെ എന്തുകൊണ്ടും യന്ത്രരാജൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ശ്രീചക്രത്തിലാണ് ആരാധിക്കുന്നത്. യന്ത്രങ്ങളിൽ വെച്ച് രാജനായതുകൊണ്ടാണ് യന്ത്രരാജൻ എന്നറിയപ്പെടുന്നത്. അപ്രകാരം തന്നെ മന്ത്രങ്ങളിൽ വെച്ച് രാജാവാണ് മന്ത്രരാജൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീവിദ്യാമന്ത്രം. ഈ ശ്രീവിദ്യാമന്ത്രത്തെ കൊണ്ടാണ് ലളിതാ ത്രിപുരസുന്ദരി ആരാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ശ്രീചക്രം എന്ന യന്ത്രം 9 ആവരണങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നവാവരണ പൂജ എന്ന് ഈ യന്ത്രത്തെ ആരാധിക്കുന്നതിനെ പറയുന്നത്. അങ്ങനെയുള്ള നവാവരണ പൂജാ സമ്പ്രദായത്തിൽ ഈ ശ്രീചക്രത്തിൻ്റെ ഏറ്റവും പുറമെ ഭൂപുരം എന്ന ചക്രവും, അതിനകത്തായിട്ട് വൃത്തവും, അതിനകത്ത് ഷോഡശദളം എന്ന ചക്രവും, അതിനകത്ത് അഷ്ടദളം എന്ന ചക്രവും, അതിൻ്റെ അകത്തായിട്ട് ബഹിർദശാരം എന്ന ചക്രവും, അതിൻ്റെ അകത്തായിട്ട് അന്തർദശാരം എന്ന ചക്രവും, അതിനകത്ത് അഷ്ടാരം എന്ന ചക്രവും, അതിൻ്റെയും അകത്തായിട്ട് ത്രികോണവും, ത്രികോണത്തിൻ്റെയും മധ്യേ ഏറ്റവും ബിന്ദുസ്ഥാനം എന്നറിയപ്പെടുന്ന, ഏറ്റവും മധ്യത്തിൽ ബിന്ദു എന്നറിയപ്പെടുന്ന സ്ഥാനത്ത് സാക്ഷാൽ ത്രിപുരസുന്ദരി മഹാദേവനോടൊപ്പം വസിക്കുന്നു എന്നുള്ള അതിവിശിഷ്ടമായിട്ടുള്ളൊരു സങ്കല്പമാണ് ഈ ആരാധനയുടെ അടിസ്ഥാനം. ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയെ ആരാധിക്കുന്നതോടൊപ്പം പ്രപഞ്ചത്തിൽ നമ്മൾ കൽപ്പിക്കപ്പെടുന്നതായിട്ട് എല്ലാ ദേവന്മാരെയും, എല്ലാ ദേവീദേവന്മാരെയും ആരാധിക്കപ്പെടുന്നു എന്നുള്ള ഒരു വിശിഷ്ടമായ ഒരവസ്ഥ കൂടെ ഈ പൂജാ സമ്പ്രദായത്തിലുണ്ട്. ഈ ദേവതയെ പൂജിച്ചാൽ എല്ലാവരെയും പൂജിച്ചതിന് ഫലമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള അതിവിശിഷ്ടമായിട്ടുള്ള പൂജാപദ്ധതിയിൽ ആ വേളയിൽ എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതരായിട്ട് മാറുവാനായിട്ട്, അമ്മയുടെ കൃപാകടാക്ഷങ്ങൾക്ക് പാത്രീഭൂതരാകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ജഗദംബ എല്ലാവരെയും അതിനായിട്ട് അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.